ISL ടീം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഇവാൻ വുക്കോമനോവിച്ച് പടിയിറങ്ങി. 2021 മുതൽ ക്ലബിന്റെ പരിശീലകനാണ് സെർബിയക്കാരൻ. നിലവിലെ സീസണിലെ ടീമിന്റെ പ്രകടനമാണ് ആശാന്റെ പടിയിറക്കം വേഗത്തിലാക്കിയത്. കോച്ച് ക്ലബ്ബ് വിടുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മുഖ്യ പരിശീലകൻ ഇവാൻ ക്ലബ്ബ് വിടുകയാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനും പ്രതിബദ്ധതയ്ക്കും നന്ദി അറിയിക്കുന്നതായും ടീം ഔദ്യോഗിക എക്സ് പേജിൽ കുറിച്ചു. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, ഇവാൻ ക്ലബ്ബ് വിടുന്നു എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ് ആരാധകരെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ എന്താകും? വിജയ്, തീർച്ചയായും ഈ സീസണിലെ പ്രകടനം തന്നെയാണ് ഇതിന് അടിസ്ഥാനമെന്നാണ് കരുതേണ്ടത്. വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ, അതായത് 2 പാദങ്ങളിലായാണ് ഇത്തവണത്തെ ISL നടന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിജയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ടീമിന്. ആദ്യഘട്ടത്തിൽ പോയിന്റ് പട്ടികയിലടക്കം ആദ്യ സ്ഥാനങ്ങളിലേക്ക് വരെ ബ്ലാസ്റ്റേഴ്സ് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ പുതിയ വർഷം തുടങ്ങിയതിന് ശേഷം, ഈ 2024 ആരംഭിച്ചതിന് ശേഷം നടന്ന മത്സരങ്ങളെല്ലാം തന്നെ വലിയ തിരിച്ചടി ബ്ലാസ്റ്റേഴ്സിനുണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അത്തരത്തിൽ ഒരു മോശം പ്രകടനമെല്ലാം തന്നെ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ടീമിനെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ടീമിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിലാണ്, എക്സിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇവാൻ വുക്കോമനോവിച്ചിനെ അദ്ദേഹം പടിയിറങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. കൂടാതെ മുഖ്യ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് ക്ലബ്ബ് വിടുകയാണ്. അദ്ദേഹത്തിന് നേതൃത്വത്തിനും പ്രതിജ്ഞാബദ്ധതയ്ക്കും ടീമിന്റെ കൃതജ്ഞത അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ മികച്ച അവസരങ്ങൾ ഇനിയും ലഭിക്കാൻ ആശംസകൾ നേരുന്നു എന്നൊരു കാര്യമാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് എക്സ് പേജിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വുക്കോമനോവിച്ച് പോകുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 2021 അദ്ദേഹം, സെർബിയൻകാരനായ അദ്ദേഹം ഈ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത്. അതിനുശേഷം മികച്ച രീതിയിൽ തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവാൻ വുക്കോമനോവിച്ചിനായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മികച്ച പ്രകടനങ്ങളെല്ലാം തന്നെ ടീം കാഴ്ചവെക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. മികച്ച ഗോളുകൾ, മികച്ച രീതിയിലുള്ള ഫോർവേഡ് അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കളിക്കാരുടെ പ്രകടനം മികച്ചതാക്കാൻ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ അദ്ദേഹം വന്ന് ആദ്യ സീസണിൽ തന്നെ ടീം റണ്ണേഴ്സ് അപ്പ് ആയി എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കൂടാതെ 2022 ടീം ഫൈനലിലെത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ കിരീട നേട്ടം ഉണ്ടായില്ല എന്നത് വലിയ നഷ്ടമായിരുന്നു. അത് പരിഹരിക്കാൻ കഴിയും എന്ന ഒരു തിരിച്ചറിവോടുകൂടി തന്നെയാണ് പിന്നീട് ടീം അതും കൂടെ മുന്നിൽ കൊണ്ടുതന്നെയാണ് ടീം പ്രകടനം തുടർന്നത്. എന്നാൽ ഈ സീസണിൽ ആദ്യ പാദത്തിൽ വലിയ ഒരു വിജയം എല്ലാം ഉണ്ടായിരുന്നു. പോയിന്റ് പട്ടികയിൽ അടക്കം ആദ്യം 1ാം സ്ഥാനത്തിനടക്കം ടീം എത്തിയിരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. മികച്ച പ്രകടനങ്ങളെല്ലാം തന്നെ തുടർച്ചയായി തന്നെ ടീമിന് നേടി കൊടുത്തിരുന്നു. എന്നാൽ ഈ പുതിയ വർഷത്തിന് ശേഷം, അതായത് 2ാം പാദം ആരംഭിച്ച് 2024 ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളൊന്നും തന്നെ ടീമിന് ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഏറ്റവും പറയേണ്ടത്. കൂടാതെ എടുത്തു പറയേണ്ട കാര്യം, ISLന്റെ സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഉണ്ടായി എന്നതാണ് പറയേണ്ടത്. കൂടാതെ കൂടുതൽ ഗോളുകൾ തുടങ്ങിയ നേട്ടങ്ങളെല്ലാം തന്നെ വുക്കോമനോവിച്ചിന്റെ തന്ത്രങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പിന്നീടുള്ള സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ടീമിന് സാധിച്ചില്ല. തുടക്കത്തിൽ മുന്നേറിയ ടീം ഇടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇടയിൽ പതർന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. പിന്നെ ടീം ഇക്കുറി പ്ലേ ഓഫിലേക്ക് കടക്കുന്ന സാഹചര്യം, അത് ആദ്യഘട്ടത്തിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടീം പ്ലേ ഓഫിലേക്ക് വന്നത്. തുടർന്ന് സെമിയിലേക്കും കടക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഒഡീഷയോട് പരാജയപ്പെട്ട് ടീം പുറത്താവുന്നൊരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി തന്നെയാണ് ഇവാൻ വുക്കോമനോവിച്ച് ടീം വിടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വളരെ കഴിവുള്ള, വളരെ മികച്ച ഒരു കോച്ച് ടീമിന് നഷ്ടമാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, വലിയ രീതിയിൽ തന്നെയാണ് ആരാധകർ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും മലയാളികളും അദ്ദേഹത്തെ കണ്ടത്. ആശാൻ എന്ന ഒരു വിളിപ്പേരിലൂടെയാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. കൂടാതെ അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടി തന്നെയാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഇവാൻ വുക്കോമനോവിച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. ഫിജി, ശരി ഉണ്ണി. ആശാൻ പടിയിറങ്ങി.